ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇന്ന് ഹിന്ദി ആയിരുന്നു ഓണം എക്സാം. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കി നോക്കാം. സൂചന നീലി ചിടിയ കവിത കെ ये पंक्तियों पढ़ें അവർ പ്രശ്നവും കെ ഉത്തർ ലിഖേം. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള പാഠമായിട്ടുള്ള നീലി ചിടിയാം എന്ന് പറയുന്ന കവിതയിലെ കുറച്ച് വരികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വരികൾ വായിച്ചു നോക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പോൾ നമുക്ക് ആ വരികളൊന്ന് വായിച്ചു നോക്കാം. നീലെ ആസ്മാൻ സെ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. അപ്പോൾ എന്താ ചിടിയ, പക്ഷികളെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ് ഇത്. ഇനി നമുക്ക് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? കവിതാംശ സെ സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. അപ്പോൾ താഴെ എന്താണ്, താഴെ ഒരു വരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സമാനമായ അർത്ഥം വരുന്ന വരി കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ്. അപ്പോൾ എന്താണ് താഴെ കൊടുത്തിട്ടുള്ള വരി എന്ന് പറയുന്നത്? നീലെ ആസ്മാൻ സെ ഏക് അനോഖി നീലി ചിടിയ ഉത്തരി. അപ്പോൾ ഇതേ ആശയം വരുന്ന വരി ഏതാണ്? നീലെ ആസ്മാൻ സെ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ കവിത സെ ചുൻകർ ലിഖേ ചൈസെ ഉടനെ വാലി. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കവിതയിൽ നിന്നിട്ട് എടുത്തെഴുതാനാണ്. ഉടനെ വാലി എന്ന് പറയുന്ന മീനിങ് വരുന്ന വേറെ വേർഡ് എടുത്തെഴുതാനാണ്. അപ്പോൾ അത് ഏത് നമുക്ക് എഴുതാൻ പറ്റും? ഉടനെ വാലി. അതിന് പകരം നമുക്ക് ഗാനെ വാലി എന്ന് പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത ചോദ്യം എന്താ? ചിത്ര ദേക്കേം ദോ വാക്യവും ലിഖേം. താഴെ ഒരു ചിത്രമുണ്ട്, ആ ചിത്രവുമായി ബന്ധപ്പെട്ട് 2 വാക്കുകൾ എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചിത്രം നോക്കിയിട്ട് എന്തൊക്കെ എഴുതാൻ പറ്റും? ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് ചിടിയ മീട്ടെ സ്വർ മേം ഗാത്തി ഹേ വഹ് ആസ്മാൻ മേം ഗാനെ ഗാത്തെ ഹുയി ഉടുത്തി ഹേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 2 A ആണ്. 2 A എന്താ? സൂചന രൂ കഹാനി കാ യഹ് അംശ പഠേ അവർ പ്രശ്നവും കെ ഉത്തർ ലിഖേം. രൂ എന്ന് പറയുന്ന കഥയിലെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. രൂ ചിടിയ കെ സാത്ത് ജൽ പട बच्चे ज़मीन पर बोहल पड़े हुई थे. चिड़िया ज़ारे से रोई, उसकी आवाज़ मुन उसका साथी उड़ता हुआ आया. उन दोनों को उदास देख रूरू को एक ख्याल आया. അപ്പോൾ ഇതാണ് നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ചോദ്യം നോക്കുകയാണെങ്കിൽ ചിടിയ കെ സാത്ത് കോൻ ചൽ പട, അതായത് ആരാണ് പക്ഷിയുമായി നടന്നത്? ആരാണ്? അതിൻ്റെ ആൻസർ വരിക രൂ ചിടിയ കെ സാത്ത് ജൽപട. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കോൻ സാരേ സേ ഗ്രോയി. എന്താ പറയുന്നത്? ആരാണ് ഉറക്കെ കരഞ്ഞത്? ചിടിയ, ബില്ലി, ഗായ, മച്ചിലി. ആരാണ്? ചിടിയാണ്. ആദ്യത്തേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നെക്സ്റ്റ് വന്നത് ക്രം സേ ലിഖേ, അതായത് എന്താണ്? ക്രമത്തിൽ എഴുതാനാണ്. ചിടിയ കി ആവാസ് सुनकर उसका साथी आया, चिड़िया और साथी उदास हुई, बच्चे जमीन पर बोहल पड़े थे. അപ്പോൾ ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം ഏതാ വരിക? ആദ്യം വരും ബച്ചേ ജമീൻ പർ ബോഹൽ പടേ ഥേ. ഇനി രണ്ടാമത്തെ ഏതാ വരിക? ചിടിയ കി ആവാസ് സുൻകർ ഉസ്കാ സാത്തി ആയ. ദെൻ മൂന്നാമത്തെ ഇനി ഏതാ വരിക? ചിടിയ അവർ സാത്തി ഉദാസുയി. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കി നോക്കാം. ഇനി 2 B ഉണ്ട്. 2 B ഒന്നില്ലെങ്കിൽ 2 A എഴുതിയാൽ മതി, അല്ലെങ്കിൽ 2 B എഴുതിയാൽ മതി. അപ്പോൾ 2 B നോക്കി നോക്കാം. സൂചന രൂ കഹാനി കാ യഹ് അംശ പഠേ അവർ പ്രശ്നവും കെ ഉത്തർ ലിഖേം. രൂ കഹാനിയിലെ കഥയിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അപ്പോൾ വായിച്ച് നോക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. രൂ ഏക് കങ്കാരു കാ ബച്ചാ था, कंगारू के बच्चे को जाउस कहते हैं, वैसे ही जैसे कुत्ते के बच्चे के पिल्ला और बिल्ली के बच्चे को बिलौटा कहता है, उसकी आमी उसे रूरू बुलाती थी क्योंकि वह हमेशा रोता रहता था.
ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ കോൻ ഹമേശ രോത്താ രഹ്താ ഹ, ആരാണ് എപ്പോഴും കരയുന്നത്? ആരാണ് കരയുന്നത്? രൂരു, ആമി, ബില്ലി, പില്ല. ആരെയാണ് എപ്പോഴെപ്പോഴും കരയുന്നത്? രൂരു ആണ്. ആദ്യത്തേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നെക്സ്റ്റ് സഹി പ്രസ്താവൻ ചുൻകർ ലിഖേ, അതായത് ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. രൂരു കങ്കാരു കാ ബച്ചാ ഹേ, രൂരു കുത്തേ കാ ബച്ചാ ഹേ, രൂരു ബില്ലി കാ ബച്ചാ ഹേ, രൂരു ചിടിയാ കാ ബച്ചാ ഹേ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? രൂരു കങ്കാരു ക ബച്ചാ ഹേ. രൂരു എന്താണ്? ഒരു കുഞ്ഞൻ കങ്കാരു ആണ്, അല്ലെങ്കിൽ കങ്കാരുവിൻ്റെ കുട്ടിയാണ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്താ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. ദെൻ ആദ്യത്തെ മുർഗ് ഏതാണ് കൊടുത്തിട്ടുള്ളത്? ചൂസ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ കുത്ത നമുക്ക് എന്താ കൊടുക്കുക? പില്ല. കങ്കാരു നെക്സ്റ്റ് എന്താ? ജോയ്സ് എന്താ? കങ്കാരു. ഇനി നെക്സ്റ്റ് എന്താ? ബില്ലിയുടെ അവിടെ എന്താ വരിക? ബിലൗട്ട. ദെൻ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ 3 A ആണ്, അതും 3 A അല്ലെങ്കിൽ 3 B എഴുതിയാൽ മതി. അപ്പോൾ എന്താ ഈ ചിത്രം നോക്കി നോക്കൂ. സൂചന ചിത്ര ദേക്കുകയും പ്രശ്നവും ഒക്കെ ഉത്തരലിക്കുകയും, ചിത്രം നോക്കിയിട്ട് താഴെയുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ആദ്യത്തേത് എന്താ? രാഷ്ട്രീയ പക്ഷി ദിവസ് കബ് മനാത്താ ഹേ. രാഷ്ട്രീയ പക്ഷി ദിവസം എന്നാണ്, ദേശീയ പക്ഷി ദിനം എന്നാണ് അതിൽ കൊടുത്തിട്ടുണ്ട്. 5 ജാനുവരി. ओके, नेक्स्ट चित्र देखो, बिंदुओं की സഹായത സെ വിവരണ തയ്യാർ കരെ. എന്താണ്? ചിത്രം നോക്കിയിട്ട് പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് ഈ ചിത്രത്തിന് ഒരു വിവരണം തയ്യാറാക്കുക. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട പോയിന്റ്സ് ആണ് മിൽക്കർ തയ്യാർ കർന, അതായത് എന്താ ഒത്തൊരുമിച്ചിട്ട് എല്ലാതും കൂടി ചെയ്യുക. പീനേക്ക പാനി രഗന, വെള്ളം കുടിക്കുക. അതുപോലെ പക്ഷി ദിവസ് മനാന, പക്ഷി ദിനം ആഘോഷിക്കുക. മഹജീവിയോം സെ പ്യാർ കർന, സഹജീവികളെ സ്നേഹിക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? കൂട്ടുകാർ വിവരണം തയ്യാറാക്കണം. അപ്പോൾ അത് കൂട്ടുകാർ തയ്യാറാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കി നോക്കൂ. അഥവാ അല്ലെങ്കിൽ 3B ആണ് എഴുതേണ്ടത്. അതെന്താ? രൂരു കഹാനി കാ യഹ് അംശ് പഠേ അവർ പ്രശ്നം കെ ഉത്തർ ലിഖേ. എന്താണ്? രൂരു കഹാനിയിലെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. എന്താണ്? രുക്കോ രുക്കോ ജാവോ മാതാ ചിടിയാ കെ പീച്ചെ കുദത്താ ഹുവാ രൂരു ने चिल्लाया, चिड़िया बोली मैं रुक नहीं सकती, बहुत बुरा हो गया है. क्या बुरा हुआ? पिछली रात भयानक തൂഫാൻ ആയാഥ. അതാണ് നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നത്. ഞാൻ ആദ്യത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ കിസ്നെ ചിലായ, ആരാണ് വിളിച്ചത്? ആരാണ് നിലവിളിച്ചത്? രൂരുവിനെ. രൂരു ആണ് നിലവിളിച്ചത്. ഇനി അടുത്തത് ബാത്ചീത് കി പൂർത്തി കരെ. ബാത്ചീത് എന്താണ്? അവർ തമ്മിലുള്ള സംഭാഷണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കാനാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ രൂരു പറയുന്നുണ്ട് ക്യോ രുക്കോ രുക്കോ ജാവോ മാത. അപ്പോൾ എന്ത് ചെയ്യുക? കൂട്ടുകാർ ആ വാർത്താലാപ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത് കൂട്ടുകാർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് 5 സാർത്ഥക് ശബ്ദ ഡൂഢേ ലിഖേ. എന്താണ്? 5 സൗണ്ടുകൾ, 5 മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ആവാസ് എഴുതാം, പാനി എഴുതാം, അതുപോലെ മിൻ എഴുതാം, പക്ഷി, ബാദൽ, ഇതൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതന്നെ എഴുതണം എന്നില്ല, ഏതെങ്കിലും 5 വേർഡ്സ് എഴുതിയാൽ മതി. അപ്പോൾ അത് കൂട്ടുകാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? ബാദൽ കവിത കെ എം പങ്ക്തിയാം പടേ അവർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. ബാദൽ എന്ന് പറയുന്ന കവിതയിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കുക. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മോർ മഗ്നുമൻ ജും चनन चन जुम जुम कर नाच दिगाए, गुश हो होकर गाना गई, बरसे बादल कल कल चल चल, तैर चली कगाज की गया, पूछ उठकर बाघी गए. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കവിത. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ പൂച്ച് ഉട്കർ കോൻ ഭക്തി ഹേ. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ബാദൽ, മോർ, ഗയ, നാവ്. ഏതാണ്? നാവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ജുംനെ കെ അനുസാർ ഏക് ജോഡ ചുൻകർ ലിഖേ, ചൈസെ മാഗൻ
ചനൻ എന്നാണ്. അപ്പോൾ അതിന് പറ്റിയ വേറെ വേർഡ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കൽക്കൽ ചൽച്ചൽ. നെക്സ്റ്റ് ഇസ് ചിത്ര की आशय वाली पंक्तियां कविता में ചുൻകർ ലിഗേ. അപ്പോൾ ഏത് പങ്ക്തിയാണ് നമുക്ക് എഴുതാം? ആദ്യത്തെ 3 ലൈന് ഇതിന് ഈ ആശയം വരുന്ന വരികളാണ്. ദെൻ 6ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, സൂചന ഗദ്യാംശ് പഠേ അവർ പ്രശ്നം കെ ഉത്തർ ലിഗേ. അപ്പോൾ എന്താണ്? ഒരു ഖണ്ഡിക തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. സ്വാതന്ത്ര്യ ഹമാര അധികാർ ഹേ. 1947 अगस्त 15 को भारत ने अंग्रेजों से स्वातंत्र्य प्राप्त की. हमारा देश हर साल 15 अगस्त को स्वातंत्र्य दिवस मनाता है. ഓക്കെ, സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭാരതിനെ അംഗ്രോസം സെ കബ് സ്വാതന്ത്ര്യ പ്രാപ്ത് ഹേ. എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 15 अगस्त 1947. ഇനി സ്വാതന്ത്ര്യ ദിവസ് കാ സന്ദേശ് ദേനെ വാലി ഏക് പോസ്റ്റർ തയ്യാർ കരേ. എന്താണ്? സ്വാതന്ത്ര്യ ദിവസത്തിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ചിത്രമൊക്കെ വരച്ച് കോട്ടൊക്കെ എന്താണ് നമുക്ക് ആസാദി ഹമാരി ഗാവ് ഹേ അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക? ഒരു പോസ്റ്റർ, ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല കളർഫുള്ളായിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇതിൻ്റെ എല്ലാം ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.